ഇനി സാധാരണക്കാർക്കും വിദേശയാത്രകൾ പോകാം, അതും കുറഞ്ഞ ചിലവിൽ. റോയൽ സ്കൈ ഹോളിഡേയ്സ് കളമശ്ശേരി 9846571800. നല്ല അടിപൊളി സ്ഥലം, ഒരു രക്ഷയില്ല. ഭക്ഷണങ്ങളുടെ വെറൈറ്റീസ് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഭക്ഷണങ്ങൾ, ജ്യൂസുകൾ, ഒന്നും പറയണ്ട. അടിപൊളി അടിപൊളി അടിപൊളി, എത്ര മാത്രം പറഞ്ഞാലും മതിയാവില്ല. സൂപ്പറാണ്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ പോയിട്ട് ആ മീൻ വറക്കണ കണ്ടില്ല, മീൻ പൊരിച്ചത്, അതെന്തായാലും തിന്നണം. മനസ്സിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കണം, അത് തിന്നാണ്ട് ഡിസ്റ്റർബൻസ് മനസ്സിൽ. അപ്പോൾ ഞാൻ പോയിട്ട് ഇപ്പോൾ മീൻ വറുത്ത് മേടിച്ച് കഴിക്കും. ഇപ്പം അതിന് മുമ്പ് ഈ വിഷ്വൽസൊക്കെ ഒന്ന് എടുത്ത് തീർത്തോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ചുറ്റും കണ്ട കടകളിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ ഇരുന്ന് കഴിക്കാനായിട്ടുള്ള സുരക്ഷിതമായിട്ടും സ്വസ്ഥമായിട്ടും ഇരുന്ന് കഴിക്കാവുന്ന ഒരു ഏരിയയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഒരു നല്ലൊരു സുന്ദരി അവിടെ ഇരുന്ന് പാട്ട് പാടുന്നുണ്ട്. ഈ ഫുഡ് കോർട്ടിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പലരും നോക്കി ചിരിക്കുകയും പലരും വിളിക്കുകയും ചെയ്യുന്നുണ്ട്, ഒപ്പം ഭക്ഷണം കഴിക്കാനായിട്ടും കാഴ്ചകൾ പകർത്താനും വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇപ്പോൾ ഒരു മെക്സിക്കൻ ഒരു ഫാമിലിനെ കണ്ടിരുന്നു, അടിപൊളി. അപ്പോൾ അത് അവരുടെ കുറച്ച് ഇതിലേക്ക് Mexico. Hello. Mexico. We have the best food in the world. You have to try. And the best place in the world. Best place in the world, Mexico. Sure. Dishes are amazing. And women. Oh, okay. Thank you. എന്താണെന്നല്ലേ, ഉപ്പ് പുരട്ടിയിട്ട് മീൻ ചുടുന്നത്, വേറെ മസാല കാര്യങ്ങളൊന്നുമില്ല. മീനെ വേറെ നന്നാക്കലില്ല. മീനിൻ്റെ വയറ് മാത്രം കട്ട് ചെയ്തതിന് ശേഷം അകത്തുള്ള ആ അഴുക്ക് കളഞ്ഞ് അതിനകത്ത് എന്തെങ്കിലും ലെമൺ ഗ്രാസ് പോലുള്ള എന്തെങ്കിലും വയറിനകത്ത് നിറച്ചിട്ട് ജസ്റ്റ് ഉപ്പ് മാത്രം പുരട്ടിയതിന് ശേഷം തീയിൽ ചുട്ടെടുക്കുന്ന രീതിയാണ് തായ്ലൻഡുകാരുടെ ഒരു ഇഷ്ട വിഭവമാണ്. ഞാനിതിക്ക് മുമ്പ് പലപ്പോഴും കഴിച്ചിട്ടുണ്ട്, വളരെ ടേസ്റ്റിയാണ്. ഞാൻ വീട്ടിലും ട്രൈ ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും ഞാൻ വീണ്ടും ട്രൈ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഞാൻ എത്തിക്കാം. ഇപ്പോൾ നമുക്ക് ഈ മാർക്കറ്റിൽ അത് കണ്ടപ്പോൾ ആ ഒരു കാഴ്ച നമുക്ക് കാണാം. മീനിൽ ഉപ്പ് പുരട്ടിയിട്ട് ജസ്റ്റ് ഉപ്പ്, കല്ലുപ്പ് ഉണ്ടല്ലോ, കല്ലുപ്പ് പുരട്ടി വെച്ചിട്ട് അത് മീൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അതിനകത്തത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഈ ചേച്ചിയുടെ ഈ ഷോപ്പ് 290 ബാത്താണ്. ഇത് പട്ടായയിലൊക്കെ ആണെങ്കിൽ ഇത് വന്നിട്ട് നമ്മൾക്ക് ഒരു 100 ബാത്തിന് 150 ബാത്തിനൊക്കെ കിട്ടും. പക്ഷേ ഇത് ഫിഷ് കുറച്ച് വ്യത്യാസമുണ്ട്. അത് നമ്മുടെ നാട്ടിലെ പിലോപ്പി, തിലാപ്പിയ എന്നൊക്കെ പറയുന്ന ഫിഷാണെങ്കിൽ ഇത് വേറെ എന്തൊരു ഫിഷാണത്. എന്തായാലും വളരെ നന്നായിരിക്കുന്നു, അത് കാണാനുണ്ട്. എനിക്ക് പക്ഷേ നേരത്തെ പറഞ്ഞ മാതിരി മീൻ വറുത്തത് കഴിക്കാനാണ് ഇഷ്ടം. ഞാൻ എന്തായാലും അവിടെ പോയിട്ട് അത് കഴിക്കും. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചേട്ടൻ ചെമ്മീൻ്റെ സൂപ്പർ ഐറ്റംസ് അത് ബോയിൽ ചെയ്ത് തരണം കേട്ടോ. ഈ ചെമ്മീനുകൾ ഇരിക്കുന്നത് നല്ല വെള്ളത്തിൽ പൊഴിഞ്ഞാണ് എടുത്ത് നമുക്ക് തരും. ഒപ്പം ക്യാബേജും ചെറുനാരങ്ങയും ഒക്കെ വെച്ചിട്ടാണ് തരുന്നത്. അതുപോലെ തന്നെ ഇതുള്ളത് ഇദ്ദേഹത്തിൻ്റെയാണ് ഈ ഷോപ്പ്. ഹായ് അടിപൊളി. അപ്പോൾ എന്തായാലും എന്തൊക്കെ വെറൈറ്റീസാണ് ഉള്ളതെന്ന് അറിയുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞാലും കാണിച്ചാലും എത്ര കാണിച്ചാലും മതിയാവില്ല, അത്ര അധികം ഉണ്ട് ഭക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റീസിനോടൊപ്പം തന്നെ ഒരുപാട് കൗതുകമുള്ള ഡിഷുകളും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരുപാട് കൗതുകമുള്ള ഡിഷുകളും കാണാനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുന്ന് കഴിക്കാനായിട്ട് ചെറിയ സെറ്റപ്പാണ്. പുറത്ത് പുൽത്തകിടിലിരുന്ന് കഴിക്കാം, ഓപ്പൺ എയറിലിരുന്ന് കഴിക്കാം. അതുപോലെ തന്നെ ചെറിയ ഷീറ്റുകൾ കണ്ട, വെറുതെ ഷീറ്റ് അടിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ടേബിളൊക്കെ ഇട്ടിട്ട് വളരെ ഭംഗിയായിട്ട് ഇരുന്ന് കഴിക്കാനുള്ള ഒരു സൗകര്യം കൂടി. അപ്പോൾ എന്തൊക്കെ ലളിതമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവിടെ ഉള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ ഇതിൻ്റെ ആരാണോ, ഗവൺമെൻറ്റാണോ പ്രൈവറ്റ് പാർട്ടിയാണോന്ന് അറിയില്ല, ആരെങ്കിലും അതൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് ജനങ്ങളെ ഇങ്ങോട്ട് ആകർഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഐഡിയ. പ്രത്യേകിച്ച് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയ അതിൻ്റെ പേരിൽ തന്നെ എല്ലാ വിഭാഗം ആൾക്കാരും, ഞാനിവിടെ ഇവിടുത്തെ സാധാ ലോക്കൽസിനെയും ഇവിടെ കാണുകയുണ്ടായി. അപ്പോൾ എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്യുന്നു. ഇതവിടെ വേറൊരു കടയിൽ ഒരു ചേച്ചി നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചേച്ചിന്ന് ഇത്താന്നൊക്കെ വിളിക്കാം. ഇവിടെ ഗ്രിൽഡ് ചിക്കനാണ്, ഗ്രിൽഡ് ചിക്കനും ചിക്കൻ നഗറ്റ്സൊക്കെയാണ് ഉള്ളത്. അതെ, അവർ അകലേന്ന് തുടങ്ങിയിട്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് കിടന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവരെയും കൂടി ഒന്ന് ഉൾപ്പെടുത്താം. ഹലോ, ഹൗ ആർ യു?
Okay. What is your name? My name is Fatin. Fatin. Fashin. Yeah. Yes. Your name? Nip. Nick. Oh. ഇവരെ പേരിലൊന്നും വായ കൊള്ളൂല കേട്ടോ എടുത്തത്. ഓക്കെ. ഈ ഒരു കടയിലാണെങ്കിൽ ഇതാ കുറേ ചിക്കൻ നഗറ്റ്സും മറ്റു കാര്യങ്ങളാണ് ഇവർ വിൽക്കുന്നത്. ചിക്കൻ ഫ്രൈസ് ഉണ്ട്, ഡ്രം സ്റ്റിക്ക് ഫ്രൈ ഉണ്ട്, നഗറ്റ്സ് ഉണ്ട്. പിന്നെ ഇവർ ബാർബിക്യൂ ചെയ്ത് തരും നമുക്ക്. കൂന്തളും ഇതുകളെല്ലാം തന്നെ കൂന്തളും അതുപോലെ ചെമ്മീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒരു നമുക്ക് 10 ഭാഗത്ത് 60 ഭാഗത്തിനൊക്കെ ഇലക്ട്രിക് ഗ്രില്ലിൽ വെച്ചിട്ട് ബാർബിക്യൂ അടിച്ച് നമുക്ക് തരും. ഇപ്പുറത്തുള്ള ഷോപ്പാണെങ്കിൽ കക്ക, കടൽക്കക്ക അതുപോലെ തന്നെ മറ്റ് ഇതുകളൊക്കെ വെജിറ്റബിൾസൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ സൂപ്പാണ് ഉണ്ടാക്കി തരുന്നത്. അടിപൊളി സൂപ്പ്, വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് മഷ്റൂം എല്ലാം ഉണ്ട്. എല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളി സൂപ്പ് ഉണ്ടാക്കി തരും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. വളരെ കൗതുകം. ഇവർക്ക് നമ്മളവിടെ നിന്ന് വീഡിയോ എടുത്ത് കാണുമ്പോൾ തന്നെ അവർക്കൊക്കെ വളരെ സന്തോഷമാണ്. അപ്പോൾ അവർ ചിരിക്കുകയും വിളിക്കുകയും ചെയ്യുന്നത് ഒന്ന് അവരെയും കൂടി ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയായിരിക്കാം. അപ്പോൾ നമ്മുടെ കാഴ്ചകൾ നമ്മൾ തുടരുന്നു. നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവിടെ തന്നെ ഒരു വൈറ്റ്നറി ഇതിൻ്റെ ഒരു ബിയർ കടയാണ്. ബിയർ കടയുടെ മുമ്പിൽ ബിയറിൻ്റെതായിട്ടുള്ള ഒരു മോഡലൊക്കെ അവർ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, കിടന്ന് കറങ്ങുന്നതൊക്കെ. ഒരുപാട് ജനങ്ങളുള്ള ഏരിയ. ജനങ്ങളിങ്ങനെ ഓരോ മിനിറ്റ് കഴിയും തോറും ജനങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കുടുംബത്ത് വരുന്നവരും അല്ലാണ്ടും കാമുകിമാരത്ത് വരുന്നവരും കാരണം പിന്നെ കുടുംബത്ത് വരുന്നവരും എല്ലാവരും ഉണ്ട്. ഒരുപാട് എല്ലാ വിഭാഗം ആളുകളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണത്. അപ്പോൾ വളരെ സന്തോഷം. നിങ്ങളും ഇനിയും ഇതുപോലത്തെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ഫിഷിൻ്റെ ഐറ്റം മേടിച്ച് കഴിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. ഇനി അടുത്ത കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ മീൻ കഴിക്കാന്നുള്ള ആഗ്രഹത്തിലാണ് നടക്കുന്നത് കുറേ നേരമായിട്ട്. അപ്പോൾ ഒരു മീൻ കടയിലെത്തി. മീൻ കട എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സുന്ദരിയായിട്ടുള്ളൊരു ചേച്ചി മീൻ പൊരിച്ച് ഒക്കെ തരും. എല്ലാവരും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. സുന്ദരി എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണം കേട്ടോ. പറയാനൊരു വാക്ക് പേര് പറഞ്ഞാലും നല്ലതാണല്ലോ. പേരെനിക്ക് അറിയില്ല. അപ്പോൾ ഇതാണ് ഞാൻ കഴിക്കാൻ പോകുന്ന ഐറ്റം. 1 മിനിറ്റ്. ഇതാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. ഡീപ്പ് ഫ്രൈഡ് ഫിഷാണ്. ഇവരാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ. സോസിലേക്ക് നമ്മുടെ സവാളയാണ് കട്ട് ചെയ്തിട്ടത്, തക്കാളി എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, കുക്കറി ഷോ, no need pineapple.
Wait. Okay. നമ്മുടെ മീൻ റെഡിയായി കഴിഞ്ഞു. ഫ്രൈ ചെയ്തെടുത്ത ഒരു മീന് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും നമുക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി അത് ഡീപ് ഫ്രൈ ചെയ്തെടുത്തു. ഫിഷ് റെഡിയായി കഴിഞ്ഞിട്ട് ഓക്കെ. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡിയായി കഴിഞ്ഞു. വാട്ട്സ് നെയിം? അങ്ങനെ കുറേ നേരത്തെ ആഗ്രഹം പോലെ ആ മീൻ ഫ്രൈ ചെയ്ത് മേടിച്ച് അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് കഴിക്കട്ടെ. അത് കഴിച്ചതിന് ശേഷം, വലിയ മീനാണ്, കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ, ബാക്കി കുറേ വേസ്റ്റൊക്കെ ആയിട്ട് തന്നെ പോകും. അപ്പോൾ ഇതാണ് മീനിൻ്റെ ഇത്. നമ്മൾ കണ്ടില്ലേ വ്യത്യസ്തമായിട്ടുള്ള ഐറ്റം. അപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇനി ഹോട്ടലിലേക്ക് പോകും. ഓക്കെ. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ പിടിക്കണമെന്നില്ല. കാരണം വളരെ കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി വേറെ ഒരു മസാല ഒന്നും പരട്ടുന്നില്ല. ജസ്റ്റ് മീൻ എടുത്തിട്ട് ഒന്ന് ചതമ്പലൊക്കെ കളഞ്ഞിട്ടൊന്ന് വരഞ്ഞിട്ട് ഫ്രൈ ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു രണ്ടാമത് സെറ്റ് ചെയ്ത ഈ ടൊമാറ്റോ സോസും മറ്റും കൊണ്ട് മിക്സിയുടെ മുകളിൽ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് എവിടെയൊക്കെ ടച്ച് ആയിട്ടുണ്ടോ അവിടെ നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലാത്തടത്ത് ചിലപ്പോൾ എല്ലാവർക്കും പിടിക്കില്ല. ഓക്കെ, ഞാൻ ഭയങ്കര മീൻ പ്രേമി ആയതിൻ്റെ പേരിൽ എനിക്ക് കഴിക്കാം, ഞാൻ കഴിക്കുകയും ചെയ്യും. പക്ഷെ എല്ലാവർക്കും പറ്റില്ല. പക്ഷെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫുഡാണ്, വളരെ ടേസ്റ്റിയാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ ആദ്യം കാണിച്ച് ഉപ്പ് വരട്ടി ഗ്രില്ല് ചെയ്യണത്, അതും ഡിഫറെൻ്റ് ഇതുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു വിശദമായിട്ടൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യും മീൻ പ്രിയക്കാർക്ക് വേണ്ടിയിട്ട്. സിമ്പിളായിട്ട് വിത്തിൻ ചെറിയ മിനിറ്റുകൾക്കുള്ളിൽ മീൻ നമുക്ക് എങ്ങനെ ഗ്രില്ല് ചെയ്ത് കഴിക്കാം, മീൻ നന്നാക്കാതെ തന്നെ എങ്ങനെ കഴിക്കാം എന്നുള്ളൊരു ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞു തരാം. അത് വഴിയേ വരും. അപ്പോൾ ഇതെന്തായാലും കഴിച്ച് തീർന്നോട്ട് അതിന് ശേഷം ഹോട്ടലിൽ ചെന്നതിന് ശേഷം നമ്മുടെ ഗസ്റ്റുകളെ കൂട്ടിയിട്ട് വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് എല്ലാവർക്കും ഭക്ഷണം മേടിച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം നിലക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനും മറ്റുമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ മീൻ കഴിച്ചു വയറ് നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. അത്ര തൃപ്തികരമായിട്ടുള്ളതായിരുന്നു. പക്ഷേ മസാല ഇല്ലാത്തതിൻ്റെ പേരിൽ കുറച്ച് ആദ്യത്തെ കൊതിയോടുകൂടിയുള്ള കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ വേണ്ടായി പോലെ തോന്നി. പക്ഷെ അത്രയും മീൻ വേസ്റ്റാക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഇവരെടുത്ത് പറഞ്ഞപ്പോൾ ഇവർ വീണ്ടും കുറച്ചും കൂടി സ്പൈസി സോസ് എനിക്ക് സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് കഴിച്ചു. തലഭാഗം മാത്രം അല്പം ബാക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി ഞാൻ ഹോട്ടലിലേക്ക് പോകുന്നു. അപ്പോൾ ഓക്കെ താങ്ക് യു. ഇവരാണ് ഫുൾ സപ്പോർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങുന്നു, മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നു.
മാർക്കറ്റിൽ ഡാൻസും എല്ലാവരുമായിട്ട് വളരെ ഭയങ്കര പോസിറ്റീവ് എനർജിയും നല്ലൊരു മൂഡും. എന്താ എത്ര പറഞ്ഞാലും അത് ശരിക്കും അത് വന്ന് കണ്ട് അനുഭവിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് നമ്മുടെ അതിൽ നാട്ടിൽ ഉത്സവപ്പറമ്പുകളിലും പള്ളിപ്പെരുന്നാളുകൾക്കൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്കറിയാലോ നമ്മൾ എത്രമാത്രം എൻജോയ് ചെയ്യണമെന്ന്. കുറച്ച് നേരം നമ്മൾ 1-2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫീലാണ്, നല്ലൊരു ഫീലാണ്. അപ്പോൾ എന്തായാലും ഈ മാർക്കറ്റിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്രാബിയിലെ ഈ മാർക്കറ്റിലെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ മുമ്പോട്ട്. കാരണം അത്രയും ആൾക്കാർക്ക് കാണാൻ താല്പര്യമുണ്ടെന്ന് അറിയുമ്പോഴാണ് നമുക്ക് വീണ്ടും പ്രചോദനമാവുന്നത്. ഒരു സാധാരണ ഒരു വീഡിയോ നോർമലി എടുത്തെത്തിക്കുക, എഡിറ്റിംഗ് എല്ലാം തീർത്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഒരല്പം ചടങ്ങുകൾ തന്നെയാണ്. കാരണം മറ്റു തിരക്കുകളുടെ ഇടയിൽ നിന്നൊക്കെ സമയം കണ്ടെത്തിയിട്ടാണ് ഇതെല്ലാം ചെയ്തു വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി എനർജിയാണത്. മറ്റു തിരക്കുകളൊന്നും ഒരു തിരക്കുകളായിട്ട് തോന്നില്ല. കാരണം ഇത് വളരെ ഫസ്റ്റ് പ്രിയോറിറ്റി ഇതിനായിട്ട് മാത്രമായിട്ട് വരും. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും Now, even normal people can travel abroad, and that too in affordable rates. Royalsky Holidays presents budget packages to various destinations such as Thailand, Malaysia, Singapore and many more of your favorite choices matching your budget. Contact Royalsky Holidays, Kalamassery 98465 71800.